എല്ലാവർക്കും നമസ്കാരം. മണ്ഡലകാലം വ്രതത്തെക്കുറിച്ചാണ് പറയുന്നത്. സ്വാമി അയ്യപ്പൻ്റേതായ ഏറ്റവും മഹത്തായ ആചാരങ്ങളിൽ ഒന്നാണല്ലോ മണ്ഡലകാല വ്രതം. ഇത് 41 ദിവസത്തെ ആത്മീയ ശുദ്ധീകരണ കാലമാണ്. ശരീരം, മനസ്സ്, ആത്മാവ് എന്നിവയെ നിർമ്മലമാക്കുന്നതിനും ശബരിമല ദർശനത്തിന് ആന്തരികമായി തയ്യാറെടുക്കുന്നതിനും നടത്തുന്ന ശുദ്ധവ്രതമാണിത്. മലയാള മാസം വൃശ്ചികം 1-നാണ് വ്രതം ആരംഭിക്കുന്നത്. 41 ദിവസം തുടരും. മണ്ഡലപൂജയുടെ ദിവസം വ്രതം സമാപിക്കുന്നു. വ്രതം ആരംഭിക്കുന്നത് ക്ഷേത്രത്തിൽ ദർശനം നടത്തി ഗുരുസ്വാമിയുടെ അനുഗ്രഹത്തോടെ തുളസി അല്ലെങ്കിൽ രുദ്രാക്ഷമാല ധരിച്ച് സ്വാമിയെ ശരണമയ്യപ്പ എന്ന് ചൊല്ലി മാലയിട്ടതോടെ ആ വ്യക്തി അയ്യപ്പ സ്വാമിയായി കണക്കാക്കപ്പെടുന്നു. മനസ്സ്, വാക്ക്, പ്രവൃത്തി എന്നിവയിൽ ശുദ്ധി, നിരാകുലമായ ദൈവചിന്തയുള്ള ജീവിതം, കറുപ്പ്, നീല, കുങ്കുമപ്പൂ നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കണം. സാധ്യമെങ്കിൽ പാദരക്ഷയില്ലാതെ നടക്കുക. ആഭരണങ്ങൾ, ആഡംബരം ഒഴിവാക്കുക. സാത്വികമായ ആഹാരം കഴിക്കുക. മത്സ്യം, മാംസം, മദ്യം, പുകയില, അത്യധികം മസാല, ഫ്രൈഡ് ഭക്ഷണം ഇതൊന്നും കഴിക്കാൻ പാടില്ല. പ്രഭാതശുദ്ധി, പുലർച്ചെ എഴുന്നേറ്റ് കുളി, ക്ഷേത്ര ദർശനം, സ്വാമിയെ ശരണമയ്യപ്പ, അയ്യപ്പ ഗായത്രി, ഹരിവരാസനം തുടങ്ങിയ നാമജപമന്ത്രങ്ങൾ ജപിക്കുക. ക്രോധവും അഹങ്കാരവും ഒഴിവാക്കുക. എല്ലാവരോടും മൃദുവായി സംസാരിക്കുക. വാക്കുകൊണ്ടോ ചിന്ത കൊണ്ടോ ആരെയും വേദനിപ്പിക്കരുത്. ദാനധർമ്മം ചെയ്യുക. ദരിദ്രരെയും അനാഥരെയും സഹായിക്കുക. ജീവജാലങ്ങളോട് കരുണ പുലർത്തുക. ദാമ്പത്യശുദ്ധി, ഭർത്താവും ഭാര്യയും വ്രതകാലത്ത് നിയന്ത്രിതമായി ജീവിക്കുക. ആത്മീയമായ ശുദ്ധി നിലനിർത്തുക. സ്വാമി എന്ന് പരസ്പരം വിളിക്കുന്നത് എല്ലാം അയ്യപ്പൻ്റെ രൂപമാണെന്ന് തിരിച്ചറിയുന്നതാണ്. 41 ദിവസങ്ങളുടെ ആത്മീയ ഘട്ടങ്ങൾ. 1 മുതൽ 14 ദിവസങ്ങൾ ശരീരശുദ്ധി, പ്രവൃത്തികളും ഭക്ഷണവും ശുദ്ധമാകുന്നു. 15 മുതൽ 28 ദിവസങ്ങൾ മനഃശുദ്ധി, ആഗ്രഹങ്ങളും ക്രോധവും അകന്ന് മനസ്സ് സമാധാനം തേടുന്നു. 29 മുതൽ 41 ദിവസങ്ങൾ ആത്മശുദ്ധി, അഹങ്കാരവും സ്വാർത്ഥതയും അടങ്ങി ആത്മീയ ജ്വാല ഉയരുന്നു. 41 ദിവസം ഭക്തൻ ശബരിമല ദർശനത്തിന് ആത്മീയമായി പൂർണ്ണമായും തയ്യാറായിരിക്കും. ഇരുമുടിയും ശബരിമല യാത്രയും. വ്രതം പൂർത്തിയായപ്പോൾ ഇരുമുടിക്കെട്ട് കെട്ടുന്നു. പേട്ടതുള്ളൽ, ശരണഘോഷം, സന്നിധാനത്തിലെ 18 പൈടി കയറൽ, ധർമ്മശാസ്താവിൻ്റെ ദർശനം. ഇതോടെ ആത്മീയ സഞ്ചാരം നിറവേറുന്നു. കലിയുഗവരദനായ സ്വാമി അയ്യപ്പൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ലഭിക്കട്ടെ. സ്വാമി ശരണമയ്യപ്പ. നന്ദി, നമസ്കാരം.